തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് 2 തൊഴിലാളികൾ മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശികളായ മൈക്കിൾ ജോസഫ് എന്നിവരാണ് മരിച്ചത്. കാണാതായ ഒരാൾക്കായി തെരച്ചിൽ തുടരുകയാണ്. കർമ്മലമാത എന്ന ചെറിയ വള്ളമാണ് മറിഞ്ഞത്. വള്ളത്തിൽ മൊത്തം 5 പേരുണ്ടായിരുന്നു. അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തായിട്ടുണ്ട്. എസ് ഷാലിനി നൽകും കൂടുതൽ വിവരങ്ങൾ. ഷാലിനി, തെരച്ചിൽ തുടരുകയാണോ? അനു, തീർച്ചയായും തെരച്ചിൽ തുടരുകയാണ്. ഒരു ആശ്വാസകരമായ വാർത്ത മുതലപ്പുഴയിൽ നിന്ന് വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് തെരച്ചിൽ ഇപ്പോൾ കോസ്റ്റ് ഗാർഡും ഒപ്പം തന്നെ കോസ്റ്റൽ പോലീസും നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5 പേരടങ്ങുന്ന സംഘമാണ് ഇന്ന് ഉച്ചയോടുകൂടി മത്സ്യബന്ധനത്തിന് പോയത്. കർമ്മമാത എന്ന് പറയുന്ന വള്ളത്തിലാണ് ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിനായി 5 അംഗ സംഘം പോയതിനു ശേഷം തിരികെ പൊഴി മുറിച്ച് അവർ മത്സ്യബന്ധനം കഴിഞ്ഞ് എത്തുമ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ശക്തമായ തിരയിൽ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ശക്തമായ തിരയിൽ വള്ളം മറിയുകയായിരുന്നു. 5 പേരും വള്ളത്തിൽ നിന്ന് വെള്ളത്തിൽ വീണു. അതായത് ശക്തമായ തിരയടിക്കുമ്പോൾ വള്ളം പൂർണ്ണമായും കമിഴ്ന്ന നിലയിലായിരുന്നു. ആ കമിഴ്ന്നതിന് ശേഷം ഈ 5 പേരും മത്സ്യബന്ധന വള്ളത്തിൽ നിന്നും വെള്ളത്തിൽ വീണു. അതിനുശേഷം 2 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. ഒരാൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. അഞ്ചുതെങ്ങ് സ്വദേശികളായ മൈക്കിൾ ഒപ്പം തന്നെ ജോസഫ്, 65 വയസ്സുകാരനായ മൈക്കിൾ ജോസഫ് എന്നിവരാണ് മരിച്ചതെന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. മറ്റ് 2 പേർക്കുള്ള തെരച്ചിൽ കോസ്റ്റൽ പോലീസും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി ആയതുകൊണ്ട് തന്നെ ആ ഒരു തിരച്ചിലിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ശക്തമായ തിര അടിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അടിയൊഴുക്ക് വലിയ രീതിയിൽ ഈ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു തെരച്ചിലിന് അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായി 2 പേരുടെ മരണം മുതലപ്പുഴി 2 മരണം അവിടെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഒരാൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. 2 പേരെ രക്ഷപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്.